ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്രിപ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 3-4 ദിവസമായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് കുറച്ച് സെഷൻസൊക്കെ ഉണ്ട് ബാക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് കാരണമാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് അധികം എയർ ഡ്രോപ്പുകൾ ഈ മാസം വരുന്നുണ്ട്. അതിൽ ഓൾറെഡി ഒരെണ്ണം ക്ലെയിമിൻ്റെത് വന്നിട്ടുണ്ട്. അതുകൂടാതെ വേറെയും കുറച്ച് എയർ ഡ്രോപ്പുകൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കി വെക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ആ എയർ ഡ്രോപ്പിൻ്റെ കാര്യം നോക്കി വെക്കാം. ടൈക്കോയുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഈ ഒരു പേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ടാസ്ക് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എത്ര ടൈക്കോ ടോക്കൺസ് കിട്ടി എന്നുള്ളത് നോക്കി വെക്കാം. എനിക്ക് ഏകദേശം 100 ചില്ലാൻ ടോക്കൺസാണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മിക്ക ആൾക്കാർക്ക് 100ഓളം ടോക്കൺസാണ് കിട്ടിയേക്കുന്നത്. വലിയ ടോക്കണിൽ ഡ്രോപ്പ് കിട്ടിയിട്ടുള്ളത് ആരും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മിക്ക ആൾക്കാർക്ക് 50 മുതൽ 110 ടോക്കൺസ് വരെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഓരോ ടാസ്ക് ചെയ്യുന്നവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ട്രെയിൽ ബ്ലേസർ എയർ ഡ്രോപ്പാണ് 10%. അപ്പോൾ ട്രെയിൽ ബ്ലേസറിൽ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാവുന്നതാണ്. ലിങ്കൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ ഇത് ചെയ്യണതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടുമായിരിക്കും. അതെനിക്ക് ഉറപ്പില്ല ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുമോ ഇല്ല എന്നുള്ളത്. ഏതായാലും താല്പര്യമുള്ളവർക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. കൂടുതൽ ടോക്കൺസ് ചിലപ്പോൾ കിട്ടിയേക്കാം. അടുത്തെന്ന് പറയുന്നത് ലിനിയയുടെ പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി. ഈ ഒരു പേജിൽ പോയിട്ട് നിങ്ങൾ മിക്കതിലും അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാവുന്ന നോക്കണം. ഗ്രൂപ്പ് എയിൽ അറ്റ്ലീസ്റ്റ് വരണമെങ്കിലും ഗ്രൂപ്പ് ബിയിൽ അറ്റ്ലീസ്റ്റ് 2 അറ്റസ്റ്റേഷനെങ്കിലും ചെയ്യണം. ഞാൻ മാക്സിമം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് വയ്ക്കുക. ഡേറ്റ് തീരാറായി, അതുകൊണ്ടാണ്. ഇപ്പോൾ ലിനിയയുടെ ഇൻട്രാക്റ്റിൻ്റെ മുകളിൽ പുതിയൊരു ക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 50 LXP വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ 3 ക്വസ്റ്റുകളാണ്ട് വന്നിട്ടുണ്ട്. മൊത്തം 150 LXP നിങ്ങൾക്ക് ഇതിൽ നേടാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 12 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. LXPക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലിനിയയുടെ മുകളിലുള്ള എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ്. ഇതുകൂടാതെ പാർട്ടിക്കിൾ പയനിയറിൻ്റെ പുതിയൊരു ടാസ്ക് വന്നിട്ടുണ്ട്. 1000 പോയിൻറ്റ്സ് നേടാൻ പറ്റിയത്. ജസ്റ്റ് നിങ്ങൾ റീട്വീറ്റ് ചെയ്തിട്ട് റീട്വീറ്റ് ചെയ്ത് എൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1000 പോയിൻറ്റ്സ് കിട്ടും. പിന്നെ ഡെയിലി ചെക്കിനും ഡെയിലി ട്രാൻസാക്ഷൻ ചെയ്യണതിന് നിങ്ങൾക്ക് വേറെ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ടാസ്കുകളാണ്. മിസ് ഔട്ട് ആക്കേണ്ട. നല്ല എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുകൂടാതെ ലാസ്റ്റ് വീക്കിൽ ഞാൻ ഈ ഒരു ഇനീഷ്യയുടെ ഒരു എയർ ഡ്രോപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇന്നിപ്പോൾ വീക്ക് 2 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു NFT കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു കരടിയുടെ ഒരു NFT കിട്ടിയിട്ടുണ്ടാവും. ആ NFTക്ക് നിങ്ങൾ സമയത്ത് ആഹാരം കൊടുക്കണം. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ XP ഉപയോഗിച്ചിട്ട് മാക്സിമം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ലെവൽസ് കൂടാൻ പറ്റും. ഇത് 5 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലെവൽ 2ലേക്ക് മാറുന്നതാണ്. അപ്പോൾ അതൊക്കെ ഡെയിലി ചെയ്യാൻ നോക്കുക. അത് ഡെഡായി പോകാണ്ട നോക്കുക. പിന്നെ ഇത് കൂടാതെ കൂടുതൽ XP കിട്ടാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു 50 XP എന്നുള്ള സ്ഥലത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 XP എക്സ്ട്രാ കിട്ടും. പിന്നെ ഇനീഷ്യനെ ട്വിറ്ററിൽ ഫോളോ ചെയ്ത 30 XP 1625 XPയോളം നിങ്ങൾക്ക് ഇനീഷ്യ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യണതിന് കിട്ടുന്നതാണ്. അപ്പോൾ അതൊക്കെ ലിങ്ക് ചെയ്ത് വയ്ക്കുക. എൻ്റെ റെഫറൽ കോഡ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ജനറേറ്റ് കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണിക്കുന്നു തോന്നുന്നു. ഇത് അപ്രൂവ് കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാൻസാക്ഷനൊക്കെ കൊടുക്കുന്നത് സ്ലോ ആണ്. ഞാൻ എൻ്റെ കോഡ് അടിയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കൂടുതൽ XPs നേടണമെങ്കിൽ ഇവിടെ പോയിട്ട് കൂടുതൽ XPs നേടാവുന്ന ഇവരുടെ ഓരോ ഡാപ്പുകൾ യൂസ് ചെയ്തിട്ട്. പിന്നെ ഇതിനെ ഫീഡ് ചെയ്യാനും മറക്കണ്ട. ലെവൽ കൂട്ടി കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീക്ക് 1 ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തെന്ന് പറയുന്നത് ലെയർ 3യുടെ മുകളിൽ ഒരുപാട് ക്വസ്റ്റുകളുണ്ട്. കൂടുതൽ ബോക്സുകൾ, ഇൻഫിനിറ്റി ക്യൂബുകൾ നിങ്ങൾ മിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിർത്താതെ മിൻറ്റ് ചെയ്യുക. ഒരു മിൻറ്റ് ചെയ്യണതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എയർ ഡ്രോപ്പുകൾ കിട്ടുന്നതാണ്. മിസ് ഔട്ട് ആക്കണ്ട. ലെയർ 3യുടെ ടോക്കണിൻ്റെ $60 പറയുന്നത്. അപ്പോൾ ഞാൻ റിപ്പയർ ചെയ്യട്ടെ. ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് 2-3 ദിവസമായിട്ട് ഞാൻ ഒരു സെഷൻസൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു, ഫിസിയോതെറാപ്പിയുടെ. അതുകൂടാതെ ടൈക്കോയുടെ ട്രെയിൽ ബ്ലേസേഴ്സിൻ്റെ മുകളിലൊരു ക്യൂബ് ഇന്ത്യ ഉള്ളതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രെയിൽ ബ്ലേസേഴ്സിൽ പോയിട്ട് നിങ്ങളും അക്കൗണ്ട് ഉണ്ടാക്കി വയ്ക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് ടൈക്കോയിൽ എത്ര ഡ്രോപ്പ് കിട്ടിയെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തുനിന്ന് ലഗ്രാഞ്ച് ലാബ്സിൻ്റെ ഗാലക്സിയുടെ മുകളിലുള്ള കുറച്ച് ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവർക്ക് ഏകദേശം 14 മില്യണോളം ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ട്വിറ്റർ പേജിൽ ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക. 24-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. ഇപ്പോൾ ഇന്ന് നാളെയും കൂടി ടൈമുള്ളൂ. അപ്പോൾ അത് മിസ് ഔട്ട് ആക്കാണ്ട ചെയ്യുക. ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. മിസ് ഔട്ട് ആക്കണ്ട. നല്ല രീതിയിൽ ഇവരും എയർ ഡ്രോപ്പ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. 13 മില്യൻ്റെ ഫണ്ടിങ് ഈ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തതാണ് കാൽഡേറ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റിൻ്റെ ഗാലക്സി ക്വസ്റ്റാണ്. തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക.
ഇത് ഫസ്റ്റത്തെയാണ്. അപ്പോൾ ഓരോ 8 ഷാർട്സ് ആണ് കളക്ട് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. 23/6 വരെ ടൈമുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്ത് വയ്ക്കുക. പിന്നീട് ലാഗാവും തോറും നമ്മൾ ഒറ്റയടിക്ക് കുറേ ടാസ്കുകൾ ചെയ്യേണ്ട അവസ്ഥയാവും. അപ്പോൾ മിസ് ഔട്ട് ആക്കാണ്ട് ഇതും ചെയ്ത് വയ്ക്കുക. അടുത്തെന്ന് പറയുന്നത് റയാ നെറ്റ്വർക്കിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ബൂസ്റ്റ് റിഫ്രഷ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ ഈ റയാ നെറ്റ്വർക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് USDT ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മാക്സിമം പോയിൻറ്റ്സ് കേടുന്നതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ്. ഈ ഒരു ട്വീറ്റൊക്കെ ചെയ്യണതിന് 48 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾക്ക് ബൂസ്റ്റ് കൂട്ടാൻ പറ്റും. അപ്പോൾ വെരിഫൈ ചെയ്തിട്ട് അവർ ബൂസ്റ്റിൻ്റെ ഇത് കൂട്ടിക്കോളും. അപ്പോൾ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനനുസരിച്ച് കൂടുതൽ പോയിൻറ്റ്സ് കിട്ടും. ഞാൻ എൻ്റെ സ്ഥാനം ഇപ്പോൾ 22,000 ആണെന്ന് തോന്നുന്നു. ഞാൻ ലീഡർ ബോർഡിൽ പോയി നോക്കട്ടെ. എൻ്റെ ഇപ്പോൾ 23,000 പൊസിഷൻ. ഇപ്പോൾ കറൻറ്റ്ലി 4x ബൂസ്റ്റിലാണ്. ഓക്കെ, ഞാൻ $200 ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 48 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഞാൻ ബൂസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ ഔൾ ടു ഫിനാൻസ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളോടും വളരെ കാലമായിട്ട് പറയുന്നൊരു പ്രൊജക്റ്റാണ്, ബ്രിഡ്ജാണ്. അപ്പോൾ ഇവരുടെ ടാസ്കുകളൊക്കെ ചെയ്ത് വയ്ക്കുക. അവർ ഓൾറെഡി 8 മില്യൺ റേസ് ചെയ്തിട്ടുണ്ട് ഈ അടുത്ത്. അപ്പോൾ എയർ ഡ്രോപ്പിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് 8,800 പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ബ്രിഡ്ജ് ചെയ്തിട്ടാണ് ഞാൻ 5,000 കൂടുതൽ പോയിൻറ്റ്സ്. റെഫറൽസിന് 1,700 ഡെയിലി ചെക്ക് ഇൻ ചെയ്യണതിന് നിങ്ങൾക്ക് 1,130 പോയിൻറ്റ്സും കിട്ടും. ഒരു ബ്രിഡ്ജ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി പോയിൻറ്റ്സ് കിട്ടും. ഇതുകൂടാതെ നിങ്ങൾക്ക് ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റ് പോയിട്ട് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് ഓരോ നെറ്റ്വർക്കിൻ്റെ മുകളിൽ വരുന്നതാണ്. ഇതിൽ മിക്കതിലും ടോക്കൺസ് അവൈലബിൾ അല്ല. അപ്പോൾ ഓരോന്നിലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്മാർട്ട് കോൺട്രാക്റ്റ് ഡിപ്ലോയ് ചെയ്യണതിന് നിങ്ങൾക്ക് കൂടുതൽ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മിസ് ഔട്ട് ആക്കണ്ട. ഇതുകൂടാതെ ഹ്യൂമാനിറ്റി പ്രോട്ടോക്കോളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്തേക്കാൻ. വളരെ വലിയ പ്രൊജക്റ്റാണെന്നുള്ളത്. ഇവരുടെ ഫണ്ടിങ് റൗണ്ടിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചിരുന്നു. അതുകൂടാതെ ഇവരുടെ നോഡ് സെയിൽ ഉടനടി സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അവർ വെരിഫൈഡ് നോഡ് നെറ്റ്വർക്ക് വിൽ പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ സപ്പോർട്ടിംഗ് പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഇറ്റ്സ് വേരിയസ് നോവൽ കേസസ്. അപ്പോൾ ഇവരുടെ നോഡ് വരുന്നുണ്ട്. അപ്പോൾ നോഡ് വാങ്ങുന്നവർക്കും ചിലപ്പോൾ എയർ ഡ്രോപ്പ് കൊടുത്തേക്കാം. ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, ചിലപ്പോൾ കിട്ടാവുന്നതാണ്. അപ്പോൾ നോഡ് വാങ്ങിയ മിക്ക പ്രോജക്റ്റുകളും ഈ അടുത്ത് വലിയ രീതിയിൽ എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ $500 നോഡ് വാങ്ങിയ ആൾക്കാർക്ക് $2,000 എയർ ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ നോഡ് എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ വരും ദിവസങ്ങളിൽ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോഡ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എയർ ഡ്രോപ്പിനും ചാൻസ് കിട്ടും. അതുകൂടാതെ നോഡ് റൺ ചെയ്യണതിന് നിങ്ങൾക്ക് എക്സ്ട്രാ ടോക്കൺസ് ഡെയിലി അതിന് വേറെയും കിട്ടിക്കൊണ്ടിരിക്കും. വലിയ പ്രൊജക്റ്റാണ്. $1 ബില്യൺ വാല്യുവേഷനിൽ ഇവർ അടുത്ത് 30 മില്യൺ റേസ് ചെയ്തിരുന്നു. ഇതുകൂടാതെ ലെയർ 0 ആയിട്ട് ഇവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റ് കേസിംഗോ ആയിട്ട് ഇവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആ പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക. ചെറിയ പ്രൊജക്റ്റൊന്നുമല്ല, വലിയ പ്രൊജക്റ്റ് തന്നെയാണ്. 1 ബില്യൺ വാല്യുവേഷൻ ഓൾറെഡി ഉണ്ട്. ചിലപ്പോൾ ഇത് ബൈനാൻസിലൊക്കെ വരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ടൈക്കോയിൽ എത്ര ടോക്കൺസ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എനിക്ക് 100 ചില ടോക്കൺസ് ഉള്ളൂ. 110 108 ടോക്കൺസാണ് ഉള്ളൂ. നമ്മുടെ അമൗണ്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത് എനിക്ക് ആരാക്കാന്ന് അറിയില്ല. തീർച്ചയായിട്ടും കൂടുതൽ ടോക്കൺസ് കിട്ടിയവരുണ്ടെങ്കിൽ പ്രീ മാർക്കറ്റിൽ ഇപ്പോൾ $2 ആണെന്ന് തോന്നുന്നു. അപ്പോൾ $200 എനിക്ക് കിട്ടും. ബാക്കിയുള്ളവർക്ക് എത്രയാണെന്നുള്ളത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലിങ്ക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതാത് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.